കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ബറോസ് നേരത്തെ എനിക്കറിയാം ജിജു പുനേഴ്സ് പറഞ്ഞ മൈറ്റിയെ കുറിച്ചാണ് ഡയറക്റ്റ് ചെയ്ത മൈറ്റിയെ കുറിച്ചാണ് മെയിൻ ആളായ ആള് പിന്മാറിയതാണ്. പിന്നെ ആൻഡ് പിന്മാറി ഇൻവോൾവ് ചെയ്ത് പറഞ്ഞപ്പോൾ ആദ്യം പ്രതീക്ഷയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റിൻ്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ വിചാരിച്ചു ഫോറിൻ ഗോളെ കൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. അത് മോശമായി വന്ന പേരിൽ എന്നെ ഇപ്പോൾ ഫാൻസിൽ അടിക്കാൻ വേണ്ടി കിടക്കുകയാണ്. എനിക്ക് സത്യസന്ധമായ റിവ്യൂ കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫ് നല്ല. ഫസ്റ്റ് ഹാഫ് മോശമായി വന്നപ്പോൾ കമൻസ് കൊണ്ട് തന്നെ അടിക്കുമെന്ന്. സെക്കൻഡ് ഹാഫ് കാണാൻ വന്നപ്പോൾ ആരും അടിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പറയാം. അതൊന്നല്ല, ടെക്നിക്കലി സൂപ്പറാണ്, വിഷ്വലി അലങ്കരണമാണ്. പക്ഷെ കഥയിൽ കുറച്ച് മോഡിഫൈ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമാണ്. ആനിമേറ്റ് അഭിനയിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എന്തോ ദൃശ്യത്തിൽ ചില സിനിമയിൽ ആനിമേറ്റ് വളരെ ഹിറ്റായതുകൊണ്ട് ഒരു 100 സബ്സ്ക്രൈബർ പുള്ളി അഭിനയിപ്പിക്കണം. പുള്ളിയുടെ ആക്ടിങ് വളരെ മോശമായി പോയി. പിന്നെ അംശയ പറഞ്ഞ അയാളെ പിടിച്ച് അഭിനയിക്കുക. പടം സെക്കൻഡ് ഹാഫ് ഉഗ്രനാണ്, ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. പിള്ളേർക്ക് പറ്റിയ പടമാണ്. വൾഗാരിറ്റി വയലൻസ് ഒന്നും ഇല്ല. പിള്ളേർ ചിലപ്പോൾ എൻജോയ് ചെയ്യും. എന്നാലും പൊതുവെ മോശം റിപ്പോർട്ടാണ്. ഹിറ്റടിക്കും എനിക്ക് തോന്നുന്നില്ല. ഇനി വരാൻ പോകുന്ന ലാലേട്ട പടം നല്ലതാണ്. എമ്പുരാൻ നല്ലതാണ്, തുടരും നല്ല പടമാണ്. ഇനി വരുന്ന പടം നല്ലതാണ്. പക്ഷെ ബറോസ് പണ്ടേ അവർക്ക് പ്രതീക്ഷയില്ല. ഇനി ഫസ്റ്റ് ഹാഫ് തന്നെ ജാക്കാറ്റിലോളയുണ്ട്, സന്തോഷ് ശിവന്റെ ജാക്കാറ്റിലോളയുണ്ട്. സന്തോഷ് ശിവയാണ് ഇതിലും ക്യാമറ വർക്ക് ചെയ്തത്. ഇനി ഒരു സിനിമ നന്നാവാൻ കുറേ മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടായിരുന്നു. ലാലേട്ടനോടെ ഫോറം ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചെയ്തിട്ട് കാര്യം സിനിമ നന്നാവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ മോശം, ദയനീയമാണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ടെക്നിക്കലി എല്ലാം നോക്കിയാൽ ഉഗ്രനാണ്, ഹോളിവുഡ് സ്റ്റൈലാണ്. പിന്നെ 3D ഫിലിമാണ്. പിള്ളേർ എൻജോയ് ചെയ്യിക്കും, അറിയില്ല. എനിക്ക് സത്യസന്ധമായി അഭിനയം കൊടുക്കാൻ പറ്റും. പടം പൊട്ടും. എത്ര ദിവസം ഓടും? ഈ ആഴ്ച മാത്രമേ ഓടും. ഇഷ്ടപ്പെട്ട പാട്ട് വളരെ ക്രിട്ടിസൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അത്ര മോശമായി തോന്നിയില്ല. വളരെ ഇഷ്ടപ്പെട്ട പാട്ട് മോശം പറഞ്ഞു. എനിക്കത് നന്നായി തോന്നി. പക്ഷെ സെന്റിമെന്റ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ ലാലേട്ടൻ ആദ്യമായിട്ടാണ് ബിഗില്ലാതെ അഭിനയിക്കുന്നത്, ശരിക്കുള്ള രൂപം കാണിക്കുന്ന. കണ്ടിരിക്കാം. വിഷ്വലി ഉഗ്രനാണ്, ഒരു ഹോളിവുഡ് സ്റ്റൈൽ പോലെയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫും ശരിയായില്ല. എനിക്ക് സത്യസന്ധമായ റിവ്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. മോഹൻലാലിന് ഒരു ഡയറക്ടർ പറയുന്നത് ഒരു ക്വാളിറ്റി ഉണ്ട് ഡയറക്ടർക്ക്. DK രാജകുമാർ സഹായിച്ചിട്ടുണ്ട്, സന്തോഷ് ശിവൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഹെൽപ്പോടെ വിളിച്ചത് സ്വന്തമായി ചെയ്യണമെന്നല്ല. എന്തായാലും മമ്മൂട്ടിന് വേണ്ടാത്തോടെ പോകുന്നില്ല. പുള്ളി പറഞ്ഞു പുള്ളിക്ക് പെട്ടുമണിയല്ല. എന്തിനാണ് ഈ അറിയില്ലാത്ത കാര്യം ചെയ്ത് വെച്ചാൽ 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് തിരിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്. മണിക്കൂട്ട് വാലിനായാലും ഇതായാലും എക്സ്പീരിയൻസ് മൂവിയാണ്. ഒരുപാട് സിനിമാക്കാർ പോയി സിനിമ കാണുന്നുണ്ട്. ലിജോസ് പെൽസരി പണ്ട് പോയി കാണുന്നുണ്ട്. ലിജോസ് പെൽസരി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഭയങ്കര അങ്ങേറ്റ പടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് തന്നെ തോന്നി. ഇനി അധികം ടൈമൊന്നുമില്ല, 2 or 25 minutes എന്തോ ഉള്ളൂ. അധികം ടൈമൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിലും പിള്ളേർക്ക് പടം ഓടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. പൊതുവെ നെഗറ്റീവ് റിപ്പോർട്ട് എല്ലായിടത്തും. ഞാൻ മാത്രമല്ല നെഗറ്റീവ് പറയാം. പൊതുവെ എല്ലായിടത്തും നെഗറ്റീവ് റിപ്പോർട്ടാണ്. നമ്മൾ നല്ല പടം നല്ല പറഞ്ഞു. നേരിന് പടം നല്ലതായിരുന്നു, ഞാൻ നല്ലതാണ് പറഞ്ഞു. അത് ഇറങ്ങുന്ന മുമ്പേ പറഞ്ഞു പടം നല്ലതായിരിക്കും. ഇനി ഞാൻ പറയുന്നത് തുടരും. ജനുവരി 23 എന്തോ ഇറങ്ങുന്നുണ്ടോ. ഉഗ്രം പടമായി. സൗദി വെള്ളിക്കയും ഓപ്പറേഷൻ ജാവ ഡയറക്ടർ ചെയ്ത ആളാണ് ധർമ്മമൂർത്തി. ആ പടം ഉഗ്രനായി. എമ്പുരാൻ പൃഥ്വിരാജ് ഡയറക്ടർ ഉഗ്രനായി. പിന്നെ അത് കഴിഞ്ഞാൽ സത്യത്തിക്കാർ മൂവി ചെയ്തു. സത്യത്തിൻ്റെ മൂവി ചെയ്യേണ്ട ആവശ്യം. സത്യത്തിൻ്റെ എല്ലാ മൂവി ഒരേപോലെയാണ്, എക്സ്പീരിയൻസ് മൂവിയല്ല. പിന്നെ ആവേശത്തിന് ചാൻസ് കൊടുക്കും, പുതിയ വല്ല ആക്ടറിന് ചാൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ഫിലിംസ് വരും. ബറോസ് നമുക്ക് തന്നെ ആ ജിജു പുനേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലേ. ജിജു പുനേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലേ. ഒരു 10 ലാംഗ്വേജിൽ ഇറക്കാവുന്ന ഇന്റർനാഷണൽ മൂവിയെ. ലാലേട്ടൻ ഈ സിനിമയിൽ യാതൊരു കോപ്പിയും അടിച്ചിട്ടില്ല, റെഫറൻസ് ഒന്നും ഇല്ല, സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്, പരീക്ഷിത ചിത്രമാണ്. അത് എത്രത്തോളം വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. വിഷ്വലി ഉഗ്രനാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലുണ്ട് ആ സമുദ്രത്തിൻ്റെ അടിയിൽ കാണിക്കണം, മറ്റെല്ലാം ടെക്നിക്കലി ഒരു ഹോളിവുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അശ്വന്ത് ഗോക്കൊക്കെ തേച്ചൊട്ടിച്ചല്ലോ കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്ക് ലാലേട്ട ഫാൻ എന്നിട്ടാണ് നെഗറ്റീവ് കൊടുത്തത്. പടം മോശം ഇങ്ങനെ നല്ലോണം പറയാൻ പറ്റുമോ. മാർക്കോ നല്ല ഉഗ്രം പടമാണ്, നല്ല റിവ്യൂ കൊടുത്തിട്ട്. കോക്കും പോസിറ്റീവ് കൊടുത്തിട്ട്. നല്ല പടമാണ് നല്ലതെന്ന് പറയും, മോശം പടമാണ് മോശം പറയും. അതായത് ഇപ്പോൾ ലാലേട്ട ഫാനായതുകൊണ്ട് മോശം പടം നല്ലതെന്ന് പറയാൻ പറ്റും. കോക്കിനാണ് മോഹൻലാലിൻ്റെ വലിയ ഫാനാണ്, ഇത് പുള്ളി നെഗറ്റീവ് കൊടുത്തിട്ട്. പടം മോശമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഒരു പടം ഉണ്ടാക്കുമ്പോൾ ഒരു ഐഡിയ വേണ്ടേ. ഇത് എന്തെങ്കിലും കാണിച്ചു വിട്ടിട്ട് എന്ത് കാര്യം. ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമാണ്. ആനിമേ എന്തിനാ അഭിനയിക്കുക. എനിക്ക് അഭിനയത്തിൻ്റെ ABC അറിയില്ല. എല്ലാവരും പിടിച്ച് അഭിനയിപ്പിക്കുകയാണ്.
അവസാനം പ്രണവമായിരുന്നു. അത് പ്രണവ് തന്നെ അവിടേക്കുണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പോൾ അപ്രേ സ്വാതന്ത്ര്യമില്ല. സത്യസന്ധമായി റിവ്യൂ കൊടുക്കാൻ പറ്റില്ല. സത്യസന്ധമായി റിവ്യൂ കൊടുത്താൽ അടി ഇടിയിക്കുക. എന്താ അപ്രേ സ്വാതന്ത്ര്യം കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്? എനിക്ക് എൻ്റെ അഭിനയം പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ പടം കൂടുതൽ ഞാൻ പറഞ്ഞു. അതിനെ അതിനെ അടിക്കേണ്ട ആവശ്യം എന്താണ്? അടിക്കണം പറഞ്ഞു നടക്കും. തിരുവനന്തപുരത്ത് ആരെയും പിടിച്ചടിച്ചു, തുപ്പലെന്ന് പറഞ്ഞ ആരെ. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ലത് പറഞ്ഞപ്പോൾ പറയാൻ അടി കൊണ്ടിട്ട് പറഞ്ഞാണ്, മാറ്റി പറഞ്ഞാണ്. ഇതെന്താ ഗുണ്ടായിസമാണ്. പടം നല്ലതാലും ഓടും, മാർക്കറ്റ് ചെയ്ത് ഓടും. ഞാൻ പടം പറഞ്ഞു, പടം ഓടണമെങ്കിൽ ആദ്യം പടം നല്ല എൻ്റർടൈനറാവും, ലാഗ് വരാൻ പാടില്ല, പിന്നെ മാർക്കറ്റ് ചെയ്യാം. ഇവിടെ മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ട്, പക്ഷെ പടം ഗുണമില്ല. ഗുണമില്ലാത്ത പടം ഇങ്ങനെ ഓടാനാണ്. ഇനി വരുന്നുണ്ട്, ഇനി ലാലേട്ടന് ഒരുപാട് നല്ല പടം വരും. എമ്പുരാൻ, തുടരും, ഇതെല്ലാം നല്ല ഫിലിംസാണ്. പുള്ളിക്കൊരു ഐഡിയ ആണ്. ഇതെല്ലാം നമ്മുടെ ഈ പടവും കാണാൻ നേരത്തെ ഒരു കോമന്റ് അനുസരിച്ച് പറഞ്ഞില്ല, ശരിയാവില്ല. ജിജു ബിനോസ് ആണോ ആൻഡ് മെമ്പറാണോ സിനിമ ഡിസൈഡ് ചെയ്യേണ്ടത്? ജിജു ബിനോസ് ടെക്നിക്കലി ബ്രില്യൻ്റ് ആളാണ്. അയാളെ മാറ്റി നിർത്തി ആൻഡ് മെമ്പർ പറയുന്നതാണോ മോഹൻലാൽ കേൾക്കേണ്ടത്? ഈ പറയുന്ന ആൻഡ് മെമ്പർ പറഞ്ഞിട്ട് ആകെ പടം ഇറ്റായിട്ടുള്ളൂ, നരസിംഹം മാത്രം. ബാക്കിയെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. നരസിംഹത്തിന് ശേഷം മോഹൻലാലിൻ്റെ കരിയർ നോക്കി എത്ര പടം ഓടിയുണ്ട്, എത്ര പടം നല്ലതുണ്ട്. മോഹൻലാലിനെ വിചാരിക്കും വേറെ ആരും വേണ്ട. എത്ര പേര് ശ്രീനിവാസ്, എത്ര പേര് ഉള്ളിൽ പറഞ്ഞു സെലക്റ്റീവ് ആവണം. പുള്ളി സെലക്റ്റീവ് ആവില്ല. പുള്ളി നമ്മൾ നന്നാണ് നമ്മൾ തന്നെ വിചാരിക്കും. പുള്ളിയുടെ എത്ര പേര് പറഞ്ഞു പടം മോശമാണെങ്കിൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. അത് എത്ര പേര് ഫാനായാലും എന്താ. ഞാൻ ഇപ്പോൾ ലാലേട്ടൻ ഫാൻ തന്നെയാണ്. ഇപ്പോൾ തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പഴയ ലാലേട്ടനെ കാണാം. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മമ്മൂക്കയില എന്തൊക്കെ ഡിഫറെൻറ്റ് മൂവീസാണ് ചെയ്യുന്നത്. ലാലേട്ടന് ഇത്രയും പണമുണ്ട്, പേരുണ്ട്, എത്രയോ നല്ല സിനിമ ചെയ്യാം. മലയെക്കുട്ടി പോലും നല്ല പടമായിരുന്നു, സ്ലോ ആയി പോയിക്കൊണ്ടാണ് പ്രശ്നമായത്. നല്ല പടമായിരുന്നു. ഇനിയിപ്പോൾ കുറേ സിനിമക്കാർ പോയി പടം കാണുന്നു. എന്തിനാണ്? ലാലേട്ടനെ സൂചിപ്പിക്കാൻ വേണ്ടി. എല്ലാവരും തിയേറ്ററിലേക്ക് പോവുക. അങ്ങനെയും പടം വിജയിക്കട്ടെ, അങ്ങനെയും പടം വിജയിക്കട്ടെ, സിനിമക്കാരെ കയറി കണ്ട്. അല്ല ഈ പടത്തിൽ എങ്ങനെ ഓടാമെന്നാണ്. ഞാൻ രംഗൻ ഭരദ്വാജും വലിയ ആൾക്കാരുടെ അടുത്ത് റിവ്യൂ സംസാരിക്കാൻ കണ്ടപ്പോൾ ഫോറിൻ ഗ്രൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പടം നന്നാവും. എവിടെ നന്നായി? സേതുമാധവൻ ഒരിക്കലും നന്നാവില്ല എന്ന പോലെ ഇത് നന്നാവില്ല. ഭയങ്കരമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ നെഗറ്റീവ് കൊണ്ടൊന്നല്ല പടം മോശമായത്. പടം ഗുണമില്ല, ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. അമേസിംഗ് ആണ് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ആർ അമേസിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. സത്യസന്ധമായ റിവ്യൂ എനിക്ക് കൊടുക്കാൻ പറ്റും. സത്യസന്ധമായ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആശുപത്രി നടക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമേ ഉള്ളൂ, ആവിഷ്കാര സ്വാതന്ത്ര്യമേ ഉള്ളൂ, പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല.